അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് വൈകുന്നേരം ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയ്ക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയുടെ തരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് അതിൽ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നീ വാങ്ങുന്നതിന് ദോശയും കൊഴുക്കട്ടയാണ് ഫേവറേറ്റ് 4 മണിക്ക് കഴിക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ കൊഴുക്കട്ട ഉണ്ടാക്കി തരും അമ്മ എന്ന് ചോദിക്കും. അപ്പം ഇന്നെന്തായാലും ദോശ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകിട്ടത്തേനുള്ള ചോറും ഇരിപ്പുണ്ട്. അതിനുള്ള കറി എന്നേലും ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മോര് കാച്ചിയത് ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് കാണുമ്പോഴത്തേക്കും എൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ റെഡിയായി. പിന്നെ ഈ ശർക്കരയുടെ ഫില്ലിങ് കഴിക്കാൻ ഒരു ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. തല കാണുന്നില്ലേ നിങ്ങളിടയ്ക്ക്? അപ്പോൾ നമ്മളുടെ മറ്റേ ഈ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കുഴവി വെക്കാനായിട്ട് ആ ബാസ്ക്കറ്റിൻ്റെ അകമൊന്ന് ഞാൻ ആ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു പച്ച ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് വൈകിട്ടത്തേന് മോര് കാച്ചിയതിൻ്റെ കൂടെ ഒരു ചെറിയ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും മുട്ടയും കൂടെ പൊരിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക എടുത്ത് അരിഞ്ഞ് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് സിമ്പിളായിട്ടൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആക്കുന്നുണ്ട്. പിന്നെ മുട്ടയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പോൾ വൈകിട്ടത്തേനുള്ളത് രാത്രിയിലത്തേനുള്ളതായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വന്ന ഞാൻ മുട്ടയും പൊരിച്ചു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി, ചോറും ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു നൈറ്റ് ഹെയർ കെയറും സ്കിൻ കെയറൊക്കെ കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. മുടിയൊന്ന് കെട്ടി വെച്ചു, കെട്ടി വെച്ചു, ഒരു ലിപ് ബാം ഇട്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.